നേരം കൊറേ ആയല്ലോ. റീനു കഴിഞ്ഞില്ല റീനു അൻ്റെത്. ഇനി എപ്പൊക്കാണ് ഇജി? നേരെ എത്ര പോലായി? നട്ടുച്ചക്കാണ് ഒരു പെരേക്ക് കേറി ചെല്ലല്. ഒന്ന് വേഗം നോക്ക്. രാവിലെ അലറലുറത്തിക്കണ് ഞാൻ. റീനോ എന്നിട്ട് ഏത് റീനു മുട്ടി. ഇതിപ്പോ എന്തുമ്മാക്ക് പറ്റിയത്? നേരെ 8 മണിക്ക് തന്നെ അടുക്കളാണെങ്കിലും പോവേ. ഇന്ന് നേരത്തെ തന്നെ നീച്ചിക്കണല്ലോ അടുക്കളയില്. അതെങ്ങനെ? ഒരു വൈക്ക് പോവാനുള്ള ദിവസേ 2 പെണ്ണുങ്ങൾക്ക് ഉറക്കം കുറച്ച് കൂടുതലാണ്. മകനാണെങ്കിൽ അതിനെക്കാട്ടി അപ്പുറാണ്. റീനോ, ഇമ്മ എന്തിനാണ് ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ ഒച്ചപ്പാണ്ടാക്കുന്നത്? കൊറേ നേരമായാലും ഇങ്ങനെ ദേഷ്യപ്പെട്ടണേ. ഇമ്മ എവിടേക്ക് പോണ കൂട്ടാണ് ഈ പറഞ്ഞേ? നൂറാത്താടക്ക് പോണ കാര്യേ. ഇത് മകളെ കാണാനുള്ളേ എടുക്കാണ്, വേറെ ഒന്നല്ല. എത്ര നേരത്തെ നീച്ചിക്കണെന്ന് അറിയാമളമ്മ. ഓ അതാണാ. ഞാനും കരുതി വേറെ എവിടേക്കെങ്കിലും ആണെന്ന്. എന്തോ ഓ അതാണോന്ന് എല്ലാം മുട്ടിയാ. ഈ പിന്നെ വേറെ എവിടെ പോണ കാര്യമാണ് കരുതിയത്? നൂറാത്താടക്കല്ലേ ഇപ്പൊ നമ്മള് പോവുള്ള അടുക്കണാലെന്നെ. വേറെ എവിടെ പോണ കാര്യമാണ് ഈ കരുതിയത്? ഒരു ഓ അതാണെന്നുള്ളൊരു വർത്താനം. എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഈച്ച് കേട്ടിട്ടുമില്ല. എന്റെ തൊള്ളേന്ന് എന്തെങ്കിലും ഒന്ന് വികാൻ കാത്തിക്കാണ്. ആദ്യമേ പിടിച്ചങ്ങോട്ട് കയറാന്. അന്നെക്കാട്ടി എത്ര നന്ന് നൂറ. അവൾക്കൊന്നും ഉമ്മട്ട സ്വഭാവമില്ല. ഇത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ കഥ എന്താ അങ്ങനെ എന്താ പറഞ്ഞു ഇങ്ങനെ എന്താ പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് നിൽക്കും. ഇത് വലിയ അത്ഭുതാണല്ലോ. ഇന്നെന്താലേ കാക്ക മലർന്ന് പറക്കും. ഇനി പുറത്തെങ്ങാനും മലർന്ന് പറക്കുണ്ടാണാവോ, അതൊന്ന് കാണാൻ പറ്റിയെങ്കിൽ. കേൾക്കാത്ത പലതും കേട്ട് തുടങ്ങി. എന്തിനുള്ള സോപ്പാണാവോ? ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ എന്നോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോകും. പിന്നെ ഞാനും ഇയും കൂടിയേ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ തന്നെ തല്ലുകൂടി ഞാനാണ് ഈ പെരയിൽ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നതെന്ന് കണ്ടേ എൻ്റെ അമ്മ വരും. പോരാത്തതിന് എൻ്റെ മൂത്തമ്മയും വരും. അതിന്റെ പുറമെ കുഞ്ഞോക്കാക്കി വരും. എന്നിട്ട് എല്ലാരും കൂടി ഇന്റെ നേരക്കാം. 11 മണിയാകുമ്പോത്തിന് വണ്ടി വരും. വേണമെന്നുണ്ടെങ്കിൽ മേ മാറ്റിക്കാം. പൊന്നു നാത്തൂനെ, അന്നെ ഞാൻ ഇന്നും നിലയും കാണാൻ തുടത്തിയല്ലോ. ഇപ്പൊ നൂറുതാത്താനെ പറ്റിയിട്ട് നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ട്, എന്തെങ്കിലും പണിയൊപ്പിക്കാനാവും. പറയാനും പറ്റൂല. ആളിയൻ്റെ അടുത്ത് പൈസ കടം മേടിപ്പിക്കാനുള്ള അടവും ഉണ്ടാവും. കാരണം കുഞ്ഞാക്കാക്കാൻ എങ്ങനെയെങ്കിലും ഒരു കരക്ക് എത്തിക്കണം എന്നാണല്ലോ. സ്വന്തമായിട്ട് അധ്വാനിച്ച് തിന്നാനും മാപ്പിൾക്കും പെണ്ണുങ്ങൾക്കും പറ്റൂലല്ലോ. എൻ്റെ ഉടായിപ്പ്. നൂറാണല്ലോ നല്ല ആള്. ഉമ്മണ്ടല്ലേ. ഇനി മൂത്തമാരെ കുളി കഴിഞ്ഞിക്കണോന്നുള്ളത് ആര് കണ്ട്? കുറെ നേരമായി ഞാൻ പറഞ്ഞു കുളിച്ചോളി എന്നുള്ളത്. അത് ഇങ്ങനെ കൊലായ്മ കുത്തിരിക്കണോന്ന് ആര് കണ്ട്? കുഞ്ഞോ വണ്ടി ഏൽപ്പിച്ചിക്കണോന്ന് ആര് കണ്ട്? ഇതെങ്ങനെ 2 ദിവസം ആയപ്പോ ഇതിന് നാദമില്ലാത്തോടത്ത് നായ്പ്പട മാറി അയക്കണ ഈ പെരന്റെ ഉള്ളില് ഒക്കെ തോന്നിയ പോലെ അയക്കണ്. എന്റെ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരവസ്ഥ ഇല്ല. ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യും. ഇപ്പൊ എന്റെ തൊള്ളക്കൊരു ഒഴിവില്ലാത്ത പോലെ. ഇമ്മ, നിങ്ങളെന്തീ രാവിലെ തന്നെ ഈ ഒറ്റക്കൊന്നും ഇങ്ങനെ വർത്താനം പറയണ്? നിങ്ങൾക്ക് ഇന്ന് കൂട്ടിന് ഇനിയും വിളിച്ചുകൂടായിന്ന വർത്താനം പറയാന്? ഇതേ ഇത്താനെ കാണാനുള്ള ധൃതിയാന്നുള്ളതേ ഏത് കണ്ണുപൊട്ടന്മാർക്കും മനസ്സിലാവും. ഈ രാവിലെ തന്നെ അടുക്കളയിൽ കിടന്നുകൊണ്ട് പരക്കാൻ പാച്ചില്. എത്ര നേരത്തെ ചോറായി കറിയായി ഒക്കെ ആയി. നല്ല ആളാണ്. ഇന്നെ കെട്ടിച്ചിട്ടുണ്ടെങ്കിലേ ഇമ്മ ഇങ്ങനെ ധൃതി കൂട്ടുവോ? എന്താപ്പത് അവസ്ഥ? ഇമ്മ രാവിലെ തന്നെ അങ്ങോട്ട് കേറി ചെല്ലാൻ പറ്റുവോ? മോശല്ലേ? ആണ്ട, ഞമ്മക്കേ നട്ടുച്ചക്കാണ്ട് കേറി ചെല്ല ഒരു പെരേക്ക്. എന്തിയെ? അത് മതിയോ? അപ്പൊ സമാധാനം അവന്റെ കുട്ടിക്ക്. ഒരു പെരേക്ക് നമ്മളാണ്ട് കേറി ചെല്ലല്ലേ നട്ടുച്ചക്കാണല്ലോ. മനുഷ്യൻ നിന്റെ കുട്ടീനൊന്ന് കണ്ടാ മതിച്ചിട്ടാണ്. അപ്പോഴാണ് ഓളൊരു മാഞ്ഞാളത്തിലെ വർത്താനം. ഇന്റെ വേവലാതി വേജാറില്ലേ അനക്കൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ എന്റെ കുട്ടിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ഒരു കുട്ടി ഉണ്ടായിട്ടേ അതിനെ പോയി കെട്ടിച്ചു വിടണം. അപ്പോഴെന്റെ കുട്ടിക്ക് എന്റെ വേവലാതി എന്താ വേജാറ എന്താന്നുള്ളത് എന്റെ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ നിങ്ങൾക്കൊക്കെ ഒരു കളി ചെറിയ തമാശവും. പ്രത്യേകിച്ചുണ്ടല്ലോ നമ്മളെ നൂറാനെ പോലത്തെ ഒരു പെൺകുട്ടി ആവും വേണം എനിക്ക്. അപ്പൊ പിന്നെ പറയും വേണ്ടി വരില്ല.
ആ ഈ ബേജാറുണ്ടല്ലോ നൂറുതാത്താനെ കണ്ടാൽ തന്നെ തീരുള്ളൂ. ഈ ബേജാറേ മരുന്ന് തന്നാലൊന്നും തീരൂല. ഇക്കോ മുട്ടിക്കോ കുഞ്ഞോങ്കാക്കോ മൂത്തമ്മാക്കോ ആർക്കും ഈ ബേജാറ് തീർക്കാൻ പറ്റൂല. ഒരു ദിവസം ഇമ്മയും മോളും ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിക്കും. ഇമ്മ സുഖാണാ ചോറുന്ന. അപ്പൊ അതിന് ഇമ്മ പെടുന്നു മോളെ ചോറുന്ന ചാടിച്ചോന്ന് വെച്ചാണ്ട്. അങ്ങനത്തെ ആളാണ് ഇപ്പൊ നേരിൽ കാണാൻ വേണ്ടിട്ട് ബേജാറ്. ആകെ ഒരാഴ്ച പോലും ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അതിനങ്ങനെ ഇന്റെ കൂടി പോയിട്ടേ പോവാനുള്ളതൊക്കെ റെഡിയാക്കാൻ നോക്ക്. മേക്കപ്പോ കുന്ത്രാണ്ടോ ചുണ്ടുമ്പോ തേക്കണതോ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ നിങ്ങക്ക് ഒരുങ്ങി ഇങ്ങോട്ട് തീരുമ്പോത്തിന്. ഞങ്ങളെ മാരിക്ക് ഒരു അപായം മക്കരി ഇട്ടുകൊണ്ട് ഇറങ്ങുകയല്ലല്ലോ. അതെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി നോക്ക്. നേരം കുറെ അയക്കണ്. പിന്നെ ബിലൂനി മാറ്റി കൊടുക്കാൻ നോക്ക്. ചെല്ല്. ഇമ്മ 11 മണിക്കാണ് കുഞ്ഞാക്കാക്ക വണ്ടി ഏൽപ്പിച്ചിരിക്കണത്. അതിനെന്തിനാ നമ്മൾ ഇപ്പൊ തന്നെ പോണ്? നേരെ സമയേ 8 മണി ആയിട്ടുള്ളൂ. നിങ്ങളിത് അവല് സുബൈക്കന്നെ നീച്ചിങ്ങാണ്ട് എല്ലാ പണിയും കഴിച്ച് വെച്ചിങ്ങാണ്ട് ഇപ്പൊ തന്നെ നൂറതാത്താർക്ക് പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നടക്കണ കാര്യം അപ്പൊ ഇത്. അത് നൂറതാത്താന്റെ പേരെ ലോങ്ങാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടുന്ന് 4 പേരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറതാത്താന്റെ പേരെ എത്തി. ഇമ്മാന്റെ ഈ വേജാറും വേവലാദ്യം കണ്ടാ വരുതേ നൂറതാത്താനെ കൊല്ലാനാണ് ഇവിടുന്ന് കൊണ്ടുപോയിക്കണെന്നുള്ളത്. ഇന്റെ പൊന്നാര റീനോ, ഇമ്മാന്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞ പണി കേട്ടാലെന്താ? ഇമ്മ നിങ്ങളവിടെ നിങ്ങൾ വരുന്നില്ലേ? 11 മണിക്കാണ് വണ്ടി ഏൽപ്പിച്ചിരിക്കണത്. എന്റെ പൊന്നോ, ഇവിടെ രാവിലെ തന്നെ എന്റെ അമ്മായിമ്മ അടുക്കളയിൽ കയറിയിട്ട് ചോറ് വെക്കണ്, ചാറ് വെക്കണ്, എന്താ പറയല് എല്ലാ പണിയും കഴിഞ്ഞിക്കണ്. അത് മകളെ കാണാനുള്ള ധൃതിയാണ്, വേറൊന്നുമല്ല. എനിക്കിപ്പോ പുന്നാരം കാണുമ്പോ സത്യം പറഞ്ഞ ദേഷ്യം വരുന്നുണ്ട്. ഓ അപ്പൊ ഇങ്ങക്കും പിന്നെ അങ്ങനെ തന്നെയാണല്ലേ നൂറനെ കാണാൻ വേണ്ടിട്ട്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നൂറനെ പണക്കാരോട് കെട്ടിച്ചപ്പോതിനെ ഇമ്മോളോട് അങ്ങോട്ട് മയങ്ങിയ ഇക്ക് കുശുമ്പും കുന്നായ്മ ഒന്നല്ല അമ്മ. ഇക്ക് ഇവരും ഈ കാട്ടിക്കൂട്ടിൽ കാണുമ്പോ സത്യം പറഞ്ഞ ദേഷ്യം വരികയാണ്. അത് ഇക്കധികം ദേഷ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് റീനൊന്നും ഇപ്പൊ രാവിലെ പറയാണ് ഞാൻ നൂറിനെ പറ്റിങ്ങാണ്ട് അന്റെ സ്വഭാവം എന്നല്ല നൂറക്ക് എന്ന് പറഞ്ഞപ്പോ അതിന് റീന എന്താ പറഞ്ഞറിയാം? കാക്ക മലർന്ന് പറക്കുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് നൂറിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങി പറ്റാൻ അങ്ങനെ എന്തൊക്കെ അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ ഈ പുന്നാരതൊക്കെ കാണുമ്പോൾ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, അപ്പോത്തിന് എന്താണ് അതോ ഇവിടെ നാട്ടിൽ മൊത്തം പാട്ടായിക്കണ. എന്റെ കുട്ടീനെ പണക്കാരോടൊക്കെ കെട്ടിച്ചിക്കണത്, എന്റെ കുട്ടീനെ അങ്ങനെ കെട്ടിച്ചിക്കണ, എന്റെ കുട്ടീനെ എങ്ങനെ കെട്ടിച്ചിക്കണെന്ന് നോക്കട്ടെ. ആ ചെക്ക ഒരു ദിവസം കൊണ്ട് നിൽക്കാൻ വരട്ടെ. ചെക്കൻ്റെ തൊള്ളായിന്ന് തന്നെ ഞാൻ ചൊയ്ന്ന് കൊടുക്കും ഇജും ഓളും കൂടി പ്രേമം ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഇക്കത് ഇപ്പോഴും ഡൗട്ട് ക്ലിയർ ആയിക്കി അമ്മ, സത്യ പറഞ്ഞത്. പിന്നെ ആ 5 ലക്ഷം ഉണ്ടല്ലോ സ്ഥലത്തിന്റെ ആ 5 ലക്ഷം, അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. വെറും 5 ലക്ഷം തന്നെയാണോ സ്ഥലത്തിനേന്ന്, അതിനി കൂടുതലുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റൂലേ. അത് ആ ചെക്കനെ കൊണ്ട് കൊടുപ്പിച്ച് കാണുമെന്നും പറയാൻ പറ്റൂല. ഇക്കൊരു നല്ല ഡൗട്ട് ഉണ്ട്. സ്ഥലമൊക്കെ ബിലുവിന്റെ പേരിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് ഉമ്മാന്റെ ഒക്കെ കാലശേഷമല്ലേ ബിലുവിനുള്ളൂ, അതിന്റെ മുന്നേ കിട്ടുവോ? ആളൊക്കെ ഇനി എത്ര വയസ്സാവാണ്ട്? അത് ഇപ്പോഴും ആ ശ്വാസമുട്ടായിട്ട് നടക്കുന്നല്ലേ. അതിന് നല്ല വയസ്സും പ്രായമൊക്കെ ആവണ്ടേ. അത് ഏത് കാലാവസ്ഥ ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ വേറെന്താ പറഞ്ഞത്? ഞാൻ വേറൊന്ന് പറഞ്ഞിട്ടില്ല ഇമ്മ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലേ പറഞ്ഞത്. ആരെങ്കിലും സ്വന്തം അമ്മായിമ്മ മരിക്കാൻ വേണ്ടി പറയോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. അങ്ങോട്ട് പോര്. നിങ്ങളെ കുറച്ച് ഉപദേശം കൂടി കിട്ടിയിട്ട് വലിയ കാര്യം. അങ്ങോട്ട് പോര്. എന്നാ ശരി. ഇപ്പം പറഞ്ഞോളൂ, ഈ പറഞ്ഞ മാരിക്ക് നേരെ ഒരു സുബൈക്ക് തുടങ്ങി 100 ആൾക്ക് പോവാണ് തീർത്തി. ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തൊരു സുഖം കൊടുക്കാതെ കൂടി ഈ പറഞ്ഞ മാരിക്ക് 11 മണിക്ക് വണ്ടി ഏൽപ്പിച്ചിരിക്കണെന്ന് പറഞ്ഞു. പിന്നെ ആ ടൈമിൽ പോകുമല്ല. ഏത് കുട്ടികളടുത്ത് പൊട്ടിയാണാവോ ഈ പ്ലേറ്റ്? നല്ലൊരു പ്ലേറ്റ് ആയിരുന്നു. കല്യാണത്തിൻ്റെ അന്ന് കുറേ ഗ്ലാസും പ്ലേറ്റും ഒക്കെ പൊട്ടിക്കണം. ആ 100 പൈസ ഒക്കെ ഓരോന്ന് കൊടുന്ന് വെക്കണേ. ഇനിയിപ്പോൾ ആര് കൊണ്ടുവരാനാ? 11 മണിയാകുമ്പോൾ വണ്ടി വരും നനക്കണം. മൂത്തമ്മ എപ്പോഴാന്ന്? മൂത്തമ്മ വന്നിട്ടേ 10-50 കൊല്ലായിക്കണ്.
എന്തിയേ എന്റെ കുട്ടി ഇപ്പൊ കാണുന്നുള്ളൂ മൂത്തമ്മാനെ. മൂത്തമ്മ ഞാൻ ഉമ്മ വിളിച്ചപ്പോളേ ഇങ്ങോട്ട് വന്നതാണ് ഉമ്മാനോട് വർത്താനം പറയാനേ. ഇമ്മ ബസ്സിൽ ഇങ്ങോട്ട് വരുന്നുണ്ടാല. ഇജ എന്റെ ഉമ്മാക്കോ ആർക്കോ വിളിച്ചോ? അതിന് ഈ മൂത്തമ്മ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. മൂത്തമ്മ അതിന് ജവാബും പറഞ്ഞിട്ടില്ല നവാബും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ മൂത്തമ്മാനോട് ഇങ്ങനെ ബോധിപ്പിക്കണേ? ഇന്ന് നിങ്ങൾ കുളിക്കണും മാറ്റണൊന്നും ഇല്ലേ? ഇമ്മ കൊറേ നേരമായാലും കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണേ. ഞാൻ ബിലുവിനെ പോയിട്ടേ കുളിപ്പിച്ചു കൊടുക്കട്ടെ. ഇന്റെ കുട്ടി ചെല്ല്. ഇന്നെ മാറ്റിക്കാനും മാറ്റാനൊന്നേ ഇന്റെ കുട്ടി വലുതായിട്ടില്ല. ഞാൻ മാറ്റിക്കൊണ്ടാ പോണ ടൈമില് ഒരപായല്ലേ. ഇന്റെ ആളിപ്പോ ചെല്ല്. ആ ചെക്കനെ പോയി നേരാക്കാൻ നോക്ക്. പഠിച്ചോനെ, മൂത്തമ്മ ഞാൻ പറഞ്ഞത് കേട്ടാണാവോ? കേട്ടിക്കണെന്നുണ്ടെങ്കിൽ എന്റെ കട്ടകാലാണ്. കേട്ടിട്ടുണ്ടാവില്ലല്ലേ? ഓ, എന്റെ തൊള്ളേന്നാണെങ്കിൽ ഒരു പഞ്ചിന് അങ്ങനെ പറഞ്ഞും പോയതാണ്. അതിനിപ്പോ തന്നെ വയസ്സാവില്ല. കേൾക്കാതിരിക്കട്ടെ. ഇന്നാ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യം എന്ത് പറഞ്ഞിട്ടും കുഞ്ഞുകാക്കാന്റെ അമ്മ എത്ര ആയാലും വലുതന്നെ. ആ ഇമ്മാനെ കുറിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാ, കേട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നേരെ പെട്ടിയും കിടക്കെടുത്ത് കാണിട്ട് അമ്മാന്റെ കൂടെ പോവുക നല്ലത്. പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കേൾക്കാതിരിക്കട്ടെ. ഇന്റെ ബദിരീങ്ങളെ, ഇങ്ങനത്തെ ഒരു കുശുമ്പും കുഞ്ഞായ്മുള്ള ഒരു പെൺകുട്ടി ഇമ്മാക്കറ്റ വിളിച്ചിക്കാ തോന്നണു ഇപ്പൊ. വല്ലാത്തൊരു പെൺകുട്ടിയാണ് ഇത്. ഇതിന് 4 പുറക്കൊന്ന് അടിച്ചൊരു നേരാക്കി വൃത്തിയാക്കി കൂടെ. ആ വക ചിന്തയും ഒന്നുമില്ല. നേരം പോലത്തെ ഒരു ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കോള്. അതെങ്ങനെ? അതിനൊക്കെ ആയിഷാനെ പറഞ്ഞാ മതി. ഇങ്ങനെ വളം വെച്ചെടുത്ത് കണ്ട് ആകെ വഷളാക്കിന്. മരുക്കളെ നിലക്ക് നിർത്തേണ്ടടുത്ത് ആദ്യം നിലക്ക് നിർത്തണം. ഇത് സ്വന്തം മകളാണെന്ന് കരുതി കൊണ്ടടക്കലല്ല. അങ്ങനത്തെ മരുക്കളെ നിർത്താൻ പറ്റുള്ളൂ, സ്വന്തം മകളാന്ന് പറഞ്ഞാണ്ട്. ഇതിപ്പോ എന്താത്? ഒരു നേരം ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ഒരു നേരം വേറെ സ്വഭാവം. ആമ്പിനും ഓന്തിനും ഉണ്ടാവില്ല എമ്മാതിരി സ്വഭാവം. അങ്ങനത്തെ നിറമാറ്റാണ്. വല്ലാത്തൊരു പെൺകുട്ടി തന്നെ. ഇത് മനുഷ്യ, നിങ്ങള് വല്ലതും അറിയണ്ട? വല്ലതും നിങ്ങൾ അറിയണ്ട? വരുന്നവരും പോണവരും ഒക്കെ ചോദിക്കാണ് നിങ്ങൾ തമ്മിൽ പ്രേമ കല്യാണമായിരുന്നോന്ന്. എപ്പോഴാ മനുഷ്യ ഞങ്ങളെ പ്രേമിച്ചിക്കണത്? പറയും മനുഷ്യ. എല്ലാരും മുന്നിലേ ഇന്നെ നാണം കെടുത്തിയപ്പോളേ സമാധാനമില്ലേ ദുഷ്ട? ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടായിന്നാ ഇന്നെ ഇഷ്ടായിരുന്നു എന്നുള്ളത്. ഇതൊന്നും പറയാതെ പെരക്കാരോട് പറഞ്ഞിട്ട് ആകെ നാണം കെട്ടിയില്ല ഞാന്. ഇത് നല്ല ഭ്രാന്താണല്ലോ അവൾക്ക്. എല്ലാരേ പ്രേമിച്ച പെണ്ണിനോടെ ഇഷ്ടം നേരിട്ട് പറച്ചിലാണ്. നിങ്ങൾ എന്താ ചെയ്തത്? എവിടെ എത്ര പ്രാവശ്യങ്ങളും വീട്ടിലേക്ക് പണിക്ക് വന്നിക്കണ്? ഒരു വാക്കിനോട് പറഞ്ഞിക്കണം. അല്ലെങ്കിൽ മനുഷ്യ ഞങ്ങളെ നേരിട്ട് കണ്ടിട്ട് പോലില്ലല്ലോ. ആ ഇന്നങ്ങളെ എപ്പോ മുതലാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്? എന്നോട് നേരിട്ട് പറയാതെ ഇമ്മാനോടും താത്തമാരോടും ഒക്കെ ചെന്ന് പറഞ്ഞിക്കണം. ഒന്നറിയാത്ത നൃത്തം കണ്ടില്ല, ഒരു കുത്ത് വെച്ചെന്നാണ്ടല്ലോ. ആ പാവത്തിന്റെ ടീഷർട്ടുമ്പോ നോക്കിങ്ങാണ്ട് ഈ ഇങ്ങനെ അതിന് ചീത്ത വിളിക്കണ നേരെ അന്റെ ഷായിക്കാനോട് എനിക്ക് നേരിട്ട് അങ്ങോട്ട് ചീത്ത പറഞ്ഞൂടെ? എന്നാ എനിക്ക് നേരിട്ട് കേൾക്കാല. ഇത് പാവം ഇവിടെ ഇല്ലാത്ത ടൈമില് ഓന്റെ ടീഷർട്ടും പിടിച്ചാണ്ട് ഈ ഇങ്ങനെ ചീത്ത പറയണ ആ പാവത്തിനെ. അപ്പൊ ഇത്ത ഫുള്ള് കേട്ടില്ലേ? പിന്നെ കേൾക്കാതെ നൂറ, ഞങ്ങളെ ആങ്ങളിനെ ഇങ്ങനെ ആങ്ങളില്ലാത്ത ടൈമില് ഓന്റെ ടീഷർട്ടുമ്മലൊക്കെ നോക്കിങ്ങാണ്ടും ഫോട്ടോത്തുമ്മലൊക്കെ നോക്കിങ്ങാണ്ടേ ഇങ്ങനെ ചീത്ത പറഞ്ഞതൊന്നേ ഞങ്ങൾ ഈ പെങ്ങന്മാർക്ക് അത്ര അങ്ങോട്ട് സൈക്കൂലട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താപ്പത്? എന്തൊക്കെ വിജയനെ വിളിച്ചത്? ദുഷ്ടാന്ന് വരെ. പാവം അത് കേൾക്കണ്ടപ്പോ ഇതൊക്കെ. അഞ്ഞേ നാത്തുമ്പരറ്റ് എടുക്കണ പെണ്ണെ വാണ. ഈ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമൊക്കെ ഈ നാത്തുമ്പോരൊക്കെ എടുക്കാന്ന് പറയുമ്പോളേ അത് കുറച്ചൊരു മോശത്തരല്ലേ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞോട്ടെ.
ഇപ്പൊ തന്നെ അതിനുള്ള ഇടൊന്നും തരല്ലേ ഞങ്ങക്ക്. അല്ല നൂറ, എനിക്ക് രാത്രി ഉറക്കൊന്നും ഇല്ലേ? ഇന്ന് എത്ര നേരത്തെ എണീറ്റിക്കണ്? ഇന്ന് രാവിലെ 8 മണിയായപ്പോത്തിന് പണിയൊക്കെ കഴിച്ച് വെച്ചിക്കണ്. എന്തിനാ ഇത്ര നേരത്തെ എണീക്കണ്? രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോ എണീറ്റാ മതി. ഇത്ര നേരത്തെ എണീക്കൊന്നും വേണ്ട. ഇവിടെ സ്വതവേ ഞാനും ചെറിയൊക്കെ വന്നാൽ തന്നെ 8 മണി 9 മണിയാവും എണീക്കാന്. ഇപ്പൊക്കെ വെയ്യാത്ത ടൈമും കൂടി ആയപ്പോഴേ പറയും വേണ്ടല്ല, 10 മണിയാണ്. ഞാൻ രാവിലെ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടിയിട്ടേ അടുക്കളേക്കൊന്ന് പോയതാണ്. അപ്പൊ ഉമ്മ ഉണ്ട് അവിടെ നിന്നിട്ടേ താടിക്കും കൈയ്യോടുത്ത് നിക്കണ്, എല്ലാ പണിയും കഴിച്ച് വെച്ചിക്കണേന്ന് പറഞ്ഞിട്ട്. നല്ല കഥ. ഇത്ര നേരത്തെ ഒന്നും എണീക്കണ്ടട്ടോ, രാവിലെ 6 മണിയാകുമ്പോ എണീറ്റാ മതി. മുതലേ ഒരു ചേച്ചി വരും ജോലിക്ക്, പിന്നെ എനിക്ക് ഇവിടെ ഒരു പണി ഉണ്ടാവില്ല. ഈ ഞങ്ങളമ്മാനി നോക്കി നിന്നാ മതി. ഞങ്ങളമ്മാന്റെ കാല് ശരിയായതേ ഈ വന്നതിന്റെ ശേഷല്ലേ. ഇനി ഇവിടെ വീട്ടു ജോലി ഒന്നും എടുക്കാൻ നിക്കണ്ട കേട്ടോ, പറഞ്ഞില്ലാന്ന് വേണ്ട. ഞങ്ങൾ ആങ്ങളെടുത്തുന്നേ ഞങ്ങൾക്ക് ഈ ചീത്ത കൊള്ളിപ്പിക്കരുത്. ഇന്റെ കുട്ടികളെ കൊണ്ട് ഇവിടെ എല്ലാ വീട്ടു ജോലികളും എടുപ്പിക്കാണോന്ന് ചോദിക്കാവും. പിന്നെ ലാസ്റ്റ് എന്തിനു ഷാഹിനാത്താ, ഇവിടെ ആരും പണിക്കാറില്ല, ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ ഞാൻ എന്തിനുള്ളതാണ്? ആ ചേച്ചിനോട് വിളിച്ചിട്ട് പറഞ്ഞാളെ വരണ്ടാന്നുള്ളത്. ഞാൻ തന്നെ ചെയ്തോണ്ട് ഈ വീട്ടിലത്തെ പണിയൊക്കെ ഇക്ക് ചെയ്യാൻ മാത്രമുള്ളത് തന്നെ ഉള്ളു ഇവിടെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ നേരിട്ടേ എൻ്റെ അമ്മായിമാനോടും അമ്മോസനോടും ചെന്ന് പറഞ്ഞാളാ. ഞാൻ പറയില്ല. ഞാൻ ഈ കാര്യം പറയാണ്ട് നമ്മൾ ഉപ്പാൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിലേ ഇപ്പാൻ്റെ അടുത്ത് നല്ല എനിക്ക് ചീത്ത വെക്കും. ഇങ്ങനെ ചീത്ത ഒളിപ്പിക്കാനുള്ള പരിപാടിയല്ലേ. ഇത്താൻ്റെ ക്ഷീണമൊക്കെ മാറിയാ. ഞാൻ നേരത്തെ റൂമിലേക്ക് വന്നപ്പോഴേ ഇത്ത നല്ല ഉറക്കേന്ന്. പിന്നെ ഞാൻ അതേ വിളിക്കാഞ്ഞത്. ഒമിറ്റിന് ഗുളികൊക്കെ ഉണ്ടാ? ആ, കുറവുണ്ട്. ഛർദിന്റെ കാര്യമൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരിക്കണം ഡോക്ടറോട്. ഗുളികൊക്കെ ഉണ്ട്, ഗുളിക കുടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല ഷാഹിദ അവിടെ? എൻ്റെ വീട്ടുകാർ ഇപ്പൊ വരൂലേ? ഇക്ക ഏതൊരു ഫ്രണ്ടിനെ കാണാണ്ട് പറഞ്ഞിട്ടേ പോയിക്കാണ്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ നേരം പോയിട്ടുള്ളൂ. പോകുമ്പോ ഉമ്മാനോട് പറഞ്ഞിരുന്നു. പിന്നെ ഇത്ത ഈ മാസം ഡോക്ടറെ കാണിച്ചിട്ടില്ലാന്നുണ്ടെങ്കിലേ കാണിക്കുമ്പോഴേ ഈ ഛർദിന്റെ ക്ഷീണത്തിന്റെ കൂട്ടൊക്കെ പറഞ്ഞാണ്ടി. ഇതിപ്പോ 3 മാസം കഴിയാനായില്ലേ, ഇപ്പോഴും ഛർദിക്കും ക്ഷീണത്തിനൊന്നും ഒരു കുറവില്ലല്ലോ. അടി ഡോക്ടറെ കാണിച്ചിക്കണ്. കല്യാണം ആയപ്പോഴേ ഈ മാസം ഫസ്റ്റ് തന്നെ കാണിച്ചിരിക്കണ്. ഇനി അടുത്ത മാസം കാണിക്കാനുള്ളത്. ഛർദിന്റെ കൂട്ടൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിരിക്കണ്. ഡോക്ടർ പറഞ്ഞത് ഉണ്ടാവുന്നാണ്, ഒരു 3-4 മാസം വരെ ഉണ്ടാവുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലവർക്ക് പ്രസവിച്ച് കിടക്കുമ്പോഴാണല്ലേ ഇങ്ങനത്തെ ഈ ചൊരിക്കലിന്റെ അസുഖമൊക്കെ വരവ്. എനിക്കെന്തായാലും അതുണ്ടായിട്ടില്ല. ഇപ്പൊ ഭക്ഷണം നല്ലപോലെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രസവിച്ചെടുക്കുമ്പോ നല്ലപോലെ ഭക്ഷണം കഴിക്കാലോ. ഈ ഇന്നലെ ഞാൻ ഛർദിക്കണത് കണ്ടുകാണ്ടേ ആകെ പേടിച്ചിക്കണില്ലേ. എന്നിട്ട് ഷാഹിദിനോട് പറഞ്ഞിരിക്കണില്ലേ. ഷാഹിദിനോട് പറഞ്ഞ് ഇക്ക അതും പറഞ്ഞോ ഇത്താനോട് വന്നിട്ട്? പിന്നെ പറയാതെ ഓൻ എല്ലാ കാര്യങ്ങളെ ഞങ്ങളോട് പറയും. അവൻ ഞങ്ങളോട് ഒന്നും മറച്ചു വെക്കൂല. എന്തിനാ പറയണത്? അന്റെ കാര്യം വരെ ഞങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ. അവ അത്രക്ക് പാവാണ്. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ മാപ്പിള ദേഷ്യപ്പെടുള്ളൂ. അതെന്താന്നറിയാം എനിക്ക്? കളവ് പറയുന്ന കാര്യത്തിൽ. അവനക്ക് കളവ് പറയണവരെ ഇഷ്ടമല്ല, കളവ് പറയണതും ഇഷ്ടമല്ല. ആ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ കെട്ടിയോൻ നല്ല ദേഷ്യപ്പെടും. എൻ്റെ കെട്ടിയോണ്ടല്ല എന്തും സഹിക്കും, പക്ഷെ കളവ് പറയണ കാര്യം ഉണ്ടല്ല അത് മാത്രം അവൻ സഹിക്കൂല. ഞാൻ ഇതന്നോട് പറയാനുള്ള കാരണം എന്താണെന്നറിയാം? നേരത്തെ തന്നെ ഒരു മുൻകരുതൽ തരികയാണ് ഞാൻ എനിക്ക്. ഈ ചില സമയത്തുണ്ടല്ലോ മാപ്പിളാരോടെ ചില സന്ദർഭങ്ങളിൽ എപ്പോഴും ഇല്ല കേട്ടോ കള്ളം പറയും. ഞാനൊക്കെ എന്റെ കെട്ടിയവനോടെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കണെന്നറിയോ? അതുപോലെ ഉണ്ടല്ലോ അന്റെ ഷാഹിദിനോട് പറയരുത് കേട്ടാ. അവനക്കുണ്ടല്ലോ ദേഷ്യം പിടിച്ചാലേ പിടിച്ചാ കിട്ടൂല മോളെ. ഇന്റെ ആങ്ങളായതുകൊണ്ട് പറയല്ല. ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ എന്താ പറയല്, ഈ കാട്ടില് പുലി കയറിയ മരിക്കാണ്. ഉള്ള സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞാണ്ട് ആകെ അലമ്പാക്കും അവൻ. അങ്ങനത്തെ ഒരു വൃത്തിക്കെട്ട സ്വഭാവേ എൻ്റെ കെട്ടിയവനക്കുണ്ട്. ഇക്കറിയത്താ ഇക്കന്നോട് പറഞ്ഞിക്കണ് ഇക്കാക്ക് കളവ് പറഞ്ഞ ഇഷ്ടമല്ല എന്നുള്ളത്. ആഹാ, ഈ ഒരാഴ്ചന്റെ ഉള്ളില് നിങ്ങൾ രണ്ടാളെ ഇത്ര പെട്ടെന്നേ എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞ നല്ല ദമ്പതികൾ തന്നെയാണല്ലോ അപ്പൊ നിങ്ങള്. ഞങ്ങളിഞ്ഞേ മരണം വരെ ഒരുമിച്ച് ജീവിക്കണ്ടല്ലത്താ. അപ്പൊ പിന്നെ ഇക്കാനോട് ഞാൻ ഒരു കാര്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇന്നെന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇക്കാരെങ്കിലും തൊള്ളേന്ന് അത് കേൾക്കാന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധത്തിന് എന്തോ ഉറപ്പാണുള്ളത്. ഇക്കാക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇക്കാനോട് ഞാൻ ഒരിക്കലും കളവ് പറയില്ല എന്നുള്ളത്. ഇന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിക്കലാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ഞാനേ എന്തെങ്കിലും കള്ളം പറയേ അല്ലെങ്കിലും ഇക്കറിയാതെ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷായിക്കാനോട് ചെയ്യണേ വലിയ തെറ്റല്ല അത്. എവിടോ കിടന്ന് എന്നെ ഒന്നല്ലെങ്കിൽ ജീവിതത്തിൽ കൂട്ടിയ ആളല്ലേ, ആ ആളോട് ഞാൻ കള്ളം പറയാൻ പാടുണ്ടാ? ഇവിടെ വേലക്കാരിയായി എന്നെ സ്വന്തം പെരക്കാരിയായിട്ടേ മൂപ്പരാൾക്ക് തോന്നിയല്ലോ, മൂപ്പരാളെ ജീവിതകാലം മുഴുവൻ എന്നെ കൂട്ടാന്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ സിനിമകളിലും കഥകളിലൊക്കെ കണ്ടിട്ടും വായിച്ചിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതേ സത്യം പറഞ്ഞാൽ എന്താ ഞാൻ സ്വപ്നം കാണാണോ അതോ ഇത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ചെറിൻ്റെ ഒക്കെ ഭാഗ്യാണ്, ഇമ്മാൻ്റെയും ഭാഗ്യാണ് എന്നെ പോലത്തെ ഒരേ നാത്തൂനൊക്കെ കിട്ടാനും ഇമ്മാക്ക് എന്നെ പോലത്തെ ഒരു മരുമോളെ കിട്ടിയത്. അതിപ്പോ ഞങ്ങളെ ഭാഗ്യാണ്. അങ്ങനൊന്നല്ല, ഷായിക്കാനെ കിട്ടിയതേ എൻ്റെ ഭാഗ്യാണ്, ഇന്നെ കിട്ടിയത് നിങ്ങളെ ഭാഗ്യമല്ല. ഷായിക്കാനെ കിട്ടിയത് എൻ്റെ ഭാഗ്യാണ്, അത്ര തന്നെ. എന്നോട് പറഞ്ഞ് തർക്കിക്കാനേ ഞാൻ ഇല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ കുറച്ച് തത്വം പറച്ചിൽ കൂടുതലാന്നുള്ളതേ എപ്പോഴും ഉമ്മ പറയും. പിന്നെ പിടിവാശിന്റെ കാര്യത്തില് ഈ ഒട്ടും കുറവല്ലാന്ന്. ഷാഹിദിനെ കല്യാണം കഴിക്കണ കാര്യത്തില് എത്ര ആൾക്കാർ എന്നോട് ചോദിച്ചിക്കണ്. എന്തായാലേ ഈ ടീഷർട്ടുമ്പോ നോക്കിയിട്ടുള്ളേ ചീത്ത പറച്ചില് നടക്കട്ടെ. ഞാൻ പോയിട്ടേ കുറച്ചു നേരം കെടുക്കട്ടെ, ഭയങ്കര ക്ഷീണം, തലൊക്കെ കറങ്ങുന്നുണ്ട്. ഇത്ത നീ ചെന്നിട്ടേ ഷെറിത്താനോടത് പറയണ്ട, എന്നെ കളിയാക്കും. അല്ലെങ്കിൽ ഒന്ന് രാവിലെ മുതൽക്ക് എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. ഇനി ഇതും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക് ഇനി 4 ദിവസത്തിന് ഒരു സുഖം ഉണ്ടാവില്ല, പിന്നാലെ നടന്ന് കളിയാക്കും. ഇത് പറയണ്ടത്. ഞാൻ ആരോടും പറയാൻ പോണില്ല, നടക്കട്ടെ എൻ്റെ കലാപരിപാടി. ഞാൻ കുറച്ചു നേരം കെടുക്കട്ടെ പോയിട്ട്. പക്ഷേ ഏത് നേരത്താണ് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? നിക്കാനോടൊക്കെ പറഞ്ഞു കൊടുക്കണോ? എത്താ ആകെ ചമ്മി. ഇന്റെ മനുഷ്യ, ഞാൻ പറഞ്ഞത് മൊത്തം നിങ്ങളെ പെങ്ങള് കേട്ടില്ലേ? ഇനി ഇത് ആരോടൊക്കെ പറയാനാവോ? എന്നെ കളിയാക്കി കൊല്ലുന്ന തോന്നുന്നത്. ഷെറിത്താനോട് പറയാതിരിക്കട്ടെ, എന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും ആകെ ചമ്മി നാളി നടക്കണം. ഏത് നേരത്താണ് അവക്ക് ഈ ഷർട്ടുമ്പോ നോക്കിങ്ങാണ്ട് ഇങ്ങനൊക്കെ പറയാൻ തോന്നിയത്? വാണ്ടി നീല. ഹലോ. ഹലോ നൂറ, ഞാൻ വിളിച്ചതേ ഞാൻ വരുമ്പോ എന്തെങ്കിലും നിനക്ക് വാങ്ങിക്കണോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. എനിക്കൊന്നും വേണ്ട, നിങ്ങളിതിപ്പോ എവിടുന്ന വിളിക്കണിക്കാ? ഞാൻ പുറത്തല്ലാതെ എവിടെയാ? അല്ല, നിന്റെ ഉമ്മി അനിയത്തിക്കൊന്നും വരൂലേ? വരും മനുഷ്യ, ഇങ്ങക്ക് അറിയണതല്ലേ, പിന്നെ എന്തൊക്കെ അങ്ങനൊക്കെ ചോദിക്കണത്? ഒന്നുമില്ലടി പെണ്ണെ, അവർക്ക് എന്തെങ്കിലും മേടിക്കണോ? റിനുവിനോ ഉമ്മാക്കോ? ഇങ്ങളിപ്പോ ആർക്കും ഒന്നും വാങ്ങണ്ട, ഇങ്ങളിങ്ങോട്ട് പോരി മനുഷ്യ. ഇങ്ങളെ ഇത്തൊക്കെ ചോദിക്കണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് പോരി. ഓക്കെ ശരി.